ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സ്ലീവ് ഡിസൈൻ ആണ് കേട്ടോ, ബ്ലൗസ് ഡിസൈൻ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ബ്ലൗസിന്റെ പാറ്റേൺ വരുന്നുണ്ട് ഇതുപോലെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ബ്ലൗസ് ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് നൂലോ സൂചിയോ ഒന്നും വേണ്ട, ബീഡ്സോ ഒന്നും വേണ്ട, ഹാൻഡ് വർക്ക് അറിയണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈൻ ആണ്, നല്ലൊരു ബ്ലൗസ് ഡിസൈൻ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ പാറ്റേൺ വരുന്നത് ഇതുപോലെയാണ്. നമ്മുടെ ബ്ലൗസ് എത്രയെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത് ഒരു എൽബോ സ്ലീവിൽ ചെയ്യുന്നതായിരിക്കും കാണാൻ ഭംഗി കേട്ടോ. അതിന്റെ താഴത്തായിട്ട് ഇതുപോലെ ചെറിയ റൗണ്ട്സ് വരച്ചിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് റൗണ്ട് കളർ സ്റ്റോൺ വെച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ ചെറിയ ലീഫ്സ് പോലെ കൊടുത്തേക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് ലീഫായിട്ട് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് വേറൊരു ഷേപ്പിലുള്ള സ്റ്റോൺ വെക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മുട്ടിനേക്കാളും കുറച്ച് മേളിൽ നിൽക്കുന്ന സ്ലീവാണ് നല്ലത് കേട്ടോ, എൽബോ സ്ലീവാണ് ഇതിന് നല്ലത്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ലീവിന്റെ പാറ്റേൺ വരുന്നത്. അപ്പൊ ഞാനിത് മെറ്റീരിയൽ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കാം, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യം നോക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ എൻ്റെ മെറ്റീരിയൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബോർഡർ ലൈനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് വെക്കേണ്ടത് ഇതുപോലുള്ള സ്റ്റോൺ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സൂചിയോ നൂലോ ബീഡ്സോ ഒന്നും ആവശ്യമില്ല ഈ വർക്ക് ചെയ്യാനായിട്ട്. ഈ 2 ടൈപ്പ് സ്റ്റോൺസ് മാത്രം മതി കേട്ടോ. ഞാനിവിടെ വൈറ്റ് കളറാണ് കേട്ടോ എടുത്തേക്കുന്നത്. 2 ടൈപ്പ് സ്റ്റോണും വൈറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഷേപ്പാണ്. ഈ ഷേപ്പൊന്നും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഈ ഒരു ഷേപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ റൗണ്ട് കളർ സ്റ്റോണും എടുത്തിട്ടുണ്ട്. 2ഉം വൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ 2ഉം സെയിം കളർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഗോൾഡൻ ആണ് എടുക്കുന്നതെങ്കിൽ ഈ 2 ഗോൾഡൻ തന്നെ എടുക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ കസ്റ്റമറിന് വൈറ്റാണ് പ്രിഫർ ചെയ്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ വൈറ്റ് സ്റ്റോൺ എടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ അതിന്റെ അരികിനൂടെ ചെറിയ റൗണ്ട്സ് വരച്ചിരിക്കുന്ന പോർഷനിൽ നമ്മൾ റൗണ്ട് സ്റ്റോൺ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഇവിടെ 3 ലൈൻ കൊടുത്തേക്കുന്നില്ലേ, അവിടെ നമ്മൾ ഇതുപോലുള്ള സ്റ്റോണും കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഗമ്മാണ് കേട്ടോ. ഇത് ചെയ്യാനായിട്ട് നമുക്ക് മെയിൻലി വേണ്ടത് ഗമ്മാണ്. അപ്പൊ ഞാനിവിടെ 2 ടൈപ്പ് ഗമ്മ് കാണിക്കുന്നുണ്ട്. ഇത് നോർമൽ ഫെവിക്രിലിന്റെ ഫാബ്രിക് ഗ്ലൂ ആണ് കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റോൺ ഒട്ടിക്കുന്നതെങ്കിൽ കുറഞ്ഞത് നമ്മളൊരു 24 hours to 48 hours നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അല്ല B6000 ആണെങ്കിൽ ഇതുപോലെയല്ല, ഇത് കുറച്ചുകൂടെ ബെറ്റർ ആണ്. പെട്ടെന്ന് നമുക്ക് മെറ്റീരിയലായിട്ട് ഒട്ടും കേട്ടോ, സ്റ്റോൺ നന്നായിട്ട് ഒട്ടും. അപ്പൊ ഏതായാലും മതി. പിന്നെ നിങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഒരു 2 ദിവസം അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ നോർമൽ ഫെവിക്രിലിന്റെ ഫാബ്രിക് ഗ്ലൂ എടുത്തേക്കുന്നത് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഞാൻ 2 ഗമ്മും പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്ന പോർഷൻസിൽ നമുക്ക് ഇതുപോലെ ഗം അപ്ലൈ ചെയ്യാവേ. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഇളകിപ്പോരും. നന്നായിട്ട് അത് ഡ്രൈ ആയി കിട്ടണമെങ്കിൽ തിക്കായിട്ട് തന്നെ നമുക്ക് സ്റ്റോൺ വെക്കാം കേട്ടോ. ഗമ്മ് നന്നായിട്ട് തന്നെ വെക്കുക. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മുടെ ബോർഡർ ലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ ലീഫ് പോലെ കൊടുത്തിരിക്കുന്ന പോർഷനിൽ അവിടെയും ഇത്തിരി തിക്കായിട്ട് തന്നെ വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഫുള്ള് ലീഫും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ലീഫല്ല, നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് 3 ലീഫ് വെച്ചിട്ട് 3 സ്റ്റോൺ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്ലീവും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് വൈറ്റ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം ഫുള്ള് ഇത് ഡ്രൈ ആവാനായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അതങ്ങനെ കഴിയുമ്പോഴേക്കും ഇത് ഫുള്ള് ട്രാൻസ്പെറന്റ് ആവും, നന്നായിട്ട് മെറ്റീരിയലുമായിട്ട് ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഡിസൈൻ ചെയ്തെടുക്കാം.
അപ്പോൾ 2 സ്ലീവിലും ഇതുപോലെ തന്നെ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ ഗമ്മ് നിങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഗമ്മ് ഡ്രൈ ആവാനായിട്ട് ഒരു 24 hours to 48 hours വരെ വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഡിസൈൻ വരുന്നത്. നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ സ്റ്റോൺ എടുക്കുമ്പോൾ വൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ റൗണ്ട് സ്റ്റോണും ഇതും വൈറ്റ് തന്നെ എടുക്കുക, അല്ല ഗോൾഡൻ കളർ ആണെങ്കിൽ അങ്ങനെ എടുക്കുക. നമ്മൾ ഏതാണോ എടുക്കുന്നത് രണ്ടും സെയിം കളർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്ക് കഴിയുമ്പോൾ ഫൈനലി ഇതുപോലെ വരുന്നത് കേട്ടോ. 2 സ്ലീവിലും ഇതുപോലെ തന്നെ വർക്ക് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് നമ്മൾ സ്റ്റോൺ എടുക്കുമ്പോൾ വൈറ്റ് ആണെങ്കിൽ രണ്ടും വൈറ്റ് തന്നെ എടുക്കുക, അല്ല ഗോൾഡൻ ആണെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ടേ നമുക്ക് ബ്ലൗസ് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈസി ആയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. എസ്എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.